ന്യൂട്രീഷൻ്റെ രണ്ടാമത്തെ യൂണിറ്റ് കാർബോഹൈഡ്രേറ്റ്സ്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിപ്പീറ്റഡ് ആയിട്ട് ഒരുപാട് തവണ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ഒരു ഏരിയയാണ് ഈ ന്യൂട്രീഷനിലെ കാർബോഹൈഡ്രേറ്റ്സ് മാത്രമല്ല ഇനിയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് ഉണ്ട്. നമ്മൾ 1 by 1 ആയിട്ട് ഫാസ്റ്റ് ആയിട്ട് തന്നെ ഓരോന്ന് ഫിനിഷ് ചെയ്ത് പോവുകയാണ്. Why I am taking nutrition second unit now means next we have to study biochemistry, carbohydrates. Okay, biochemistry of carbohydrates. So better to finish nutrition of carbohydrates first, then you go to biochemistry of carbohydrates. Easy to study. This is a way to study biochemistry and nutrition. First നമ്മൾ എപ്പോഴും അതിൻ്റെ ന്യൂട്രീഷൻ പഠിക്കുക, അത് കഴിഞ്ഞിട്ട് ബയോകെമിസ്ട്രിയിലോട്ട് പോകുക. സോ ബയോകെമിസ്ട്രി പോകുമ്പോൾ ഒരു ഐഡിയ നമുക്കുണ്ടാകും ആ ഒരു ന്യൂട്രിയൻറ്റിനെ കുറിച്ച്. ഓക്കെ, അപ്പോൾ ഈ ന്യൂട്രീഷൻ്റെ ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് ജസ്റ്റ് അതിൻ്റെ ഒരു മാക്രോ ന്യൂട്രിയൻസ്, മൈക്രോ ന്യൂട്രിയൻസ്, ന്യൂട്രീഷൻ ക്ലാസിഫിക്കേഷൻസ്, മാൾ ന്യൂട്രീഷൻ, അതൊക്കെ കുറച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളായിരുന്നു. അതെല്ലാം നമ്മൾ പഠിച്ചു. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇനി ഈ ഒരു ചാപ്റ്റേഴ്സിലോട്ട് പോകുന്നത്. ഓരോ ന്യൂട്രിയൻസിൻ്റെ ന്യൂട്രീഷനും ബയോകെമിസ്ട്രിയും നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ന്യൂട്രീഷൻ്റെ കാർബോഹൈഡ്രേറ്റ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ പഠിക്കുന്നത് ബയോകെമിസ്ട്രിയുടെ ഫസ്റ്റ് യൂണിറ്റ് ബയോകെമിസ്ട്രി ഓഫ് കാർബോഹൈഡ്രേറ്റ്സ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. ഒരുപാട് തവണ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ള ഒരു ബയോകെമിസ്ട്രി ചാപ്റ്ററാണ്. സോ അത് ഞാൻ എന്തുകൊണ്ട് ഇവിടെ പറയുന്നു എന്ന് പറഞ്ഞാൽ, നിങ്ങളിവിടെ ന്യൂട്രീഷൻ പഠിക്കുമ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കി തന്നെ പഠിക്കുക. കാരണം ഈ ന്യൂട്രീഷൻ്റെയും ബയോകെമിസ്ട്രിയുടെയും പ്രത്യേകത പറഞ്ഞാൽ ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ക്വസ്റ്റ്യൻസ് മിക്സ് ചെയ്ത് ചോദിക്കും. സിലബസ് നോക്കുമ്പോൾ നമുക്ക് ന്യൂട്രീഷനകത്ത് പല കാര്യങ്ങളില്ലായിരിക്കും കാർബോഹൈഡ്രേറ്റ്സിനെ കുറിച്ചുള്ള, പക്ഷെ അത് ബയോകെമിസ്ട്രിയിലുള്ളതായിരിക്കും. ആ ബയോകെമിസ്ട്രിയിലുള്ള കാര്യങ്ങൾ ചിലപ്പോൾ ന്യൂട്രീഷൻ എടുത്ത് ചോദിക്കും, ന്യൂട്രീഷനിൽ പഠിക്കുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ബയോകെമിസ്ട്രിയിൽ എടുത്ത് ചോദിക്കും. സോ അത് രണ്ടും ഒരു എക്സാം പേപ്പർ തന്നെയാണ്, എ പാർട്ടും ബി പാർട്ടും എന്ന് പറഞ്ഞ്. പക്ഷേ ഇതിലേത് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചു കഴിഞ്ഞാലും എഴുതാൻ തയ്യാറായിരിക്കണം. സോ വാട്ട് എവർ യു ആർ സ്റ്റഡിങ് ഇൻ ന്യൂട്രീഷൻ ഇറ്റ്സ് യൂസ്ഫുൾ ഫോർ ബയോകെമിസ്ട്രി ഓൾസോ. വാട്ട് എവർ യു ആർ സ്റ്റഡിങ് ഇൻ ബയോകെമിസ്ട്രി ഇറ്റ്സ് യൂസ്ഫുൾ ഫോർ റൈറ്റിംഗ് ന്യൂട്രീഷൻ എക്സാം ഓൾസോ. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് പഠിക്കാം. ഞാൻ ടെക്സ്റ്റ് ബുക്ക് ഉപയോഗിച്ച് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തരും. അത് നിങ്ങൾ നോട്ട് ചെയ്യുക. ലെക്ചർ നോട്ട്, മേക്ക് ലെക്ചർ നോട്ട്. ഓക്കെ, ഇറ്റ്സ് വെരി വെരി യൂസ്ഫുൾ. ഓക്കെ, നിങ്ങൾ ന്യൂട്രീഷനും ബയോകെമിസ്ട്രിയും പഠിക്കുമ്പം ലെക്ചർ നോട്ട് വെച്ച് തന്നെ പഠിക്കാൻ ശ്രമിക്കുക. കാരണം ഞാൻ അവിടെ ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിക്കുന്നുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. അത് വളരെ യൂസ്ഫുള്ളാണ്. അത് നിങ്ങൾ നോട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഒരു ഷോർട്ട് ടൈം റീഡിങ്ങിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ നോട്ട്സ് ഷെയർ ചെയ്യുന്നത്. നോട്ട്സിൽ വളരെ ചുരുക്കിയുള്ള നോട്ട്സാണത്. അത് ജസ്റ്റ് ഒരു 2 മാർക്കിന് 5 മാർക്കിനൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ എഴുതാൻ വേണ്ടിയിട്ട് മാത്രമുള്ളതാണ്. അതല്ലാതെ നിങ്ങൾക്ക് ഒരു ഇമ്പോർട്ടൻ്റ് 1 വേർഡ് ക്വസ്റ്റ്യൻസും അല്ല അതൊന്നും കിട്ടണം, 2 മാർക്കിൻ്റെ മോസ്റ്റ് ഓഫ് ദ ക്വസ്റ്റ്യൻസ് കിട്ടണമെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് തന്നെ വായിച്ച് പഠിക്കേണ്ടിയിരിക്കുന്നു. സോ ഐ എം മെയിൻലി ഫോക്കസിങ് ഓൺ ദ ടെക്സ്റ്റ് ബുക്ക് ഇൻ ദ ന്യൂട്രീഷൻ ആൻഡ് ബയോകെമിസ്ട്രി. എക്സ്പെഷ്യലി ന്യൂട്രീഷൻ ബയോകെമിസ്ട്രി ഞാൻ ഇതിലായിരിക്കും ടെക്സ്റ്റ് ബുക്ക് വെച്ചിട്ടായിരിക്കും പഠിപ്പിക്കുന്നത്. ബാക്കി നമ്മുടെ ഫണ്ടമെന്റൽസ് ടെക്സ്റ്റ് ബുക്കും ഒപ്പം ഷോർട്ട് നോട്ട്സും അത് രണ്ടും യൂസ് ചെയ്തിട്ട് പഠിപ്പിക്കുന്നത്. അത് ചില ടോപ്പിക്സ് നമ്മൾ ടെക്സ്റ്റ് ബുക്കിലായി തന്നെ പഠിക്കണം, അത് അല്ലെങ്കിൽ പഠിപ്പിക്കും. അതല്ലാത്തത് ഷോർട്ട് നോട്ട്സ് ഉപയോഗിച്ച് പഠിപ്പിക്കുന്നതായിരിക്കും. ന്യൂട്രീഷൻ്റെ രണ്ടാമത്തെ യൂണിറ്റിൻ്റെ സിലബസ് ആണിത്. കാർബോഹൈഡ്രേറ്റ്സ്, ഇതിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്? ഇതിൽ നിങ്ങൾക്ക് ഇവിടെ നോക്കാം, എസ്ഐ ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് ഉണ്ട്, വെരി ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതായത് 10 മാർക്കിന്റെ എസ്സേ ഉണ്ട്, 5 മാർക്കിന്റെ എസ്സേ ഉണ്ട്, 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഉണ്ട്, 1 മാർക്കിന്റെ 1 വേർഡ് ക്വസ്റ്റ്യൻസും ഉണ്ട്. ഓക്കെ, അതും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതിൽ കാർബോഹൈഡ്രേറ്റ്സിനെ കുറിച്ച് എന്തൊക്കെ പഠിക്കാനാണ് പറഞ്ഞിട്ടുള്ളതെന്ന് പറയാം. അതിന്റെ കമ്പോസിഷൻ പഠിക്കുക, അതിൻ്റെ സ്റ്റാർച്ച്, ഷുഗർ, സെൽ, ഇതെല്ലാം അതിനകത്ത് വരുന്ന ഓരോ ടൈപ്സുകളാണ്. പിന്നെ അതിൻ്റെ റെക്കമെൻഡഡ് ഡെയിലി അലവൻസ്, RDA എന്ന് പറഞ്ഞാൽ റെക്കമെൻഡഡ് ഡെയിലി അലവൻസ് പഠിക്കുക. നെക്സ്റ്റ് ഡയറ്ററി സോഴ്സസ് പഠിക്കുക, ഫങ്ഷൻസ് പഠിക്കുക. ഇത്രയുമാണ് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. അത് കഴിഞ്ഞാൽ ഇതിൻ്റെ എനർജി, കാർബോഹൈഡ്രേറ്റ്സിൻ്റെ യൂണിറ്റ് ഓഫ് എനർജി, ബേസൽ മെറ്റബോളിക് റേറ്റ്, ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് മെറ്റബോളിക് റേറ്റ്, ഇതെല്ലാം ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് മെറ്റബോളിക് റേറ്റും BMR എന്നൊക്കെ ഉള്ളത് 2 മാർക്കിനും 5 മാർക്കിനും ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. ഒരു 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കും യൂണിറ്റ് ഓഫ് എനർജി എന്ന് പറയുന്നത്. 5 മാർക്കിന് ചോദിച്ചിട്ടുണ്ട് കാർബോഹൈഡ്രേറ്റ്സിൻ്റെ ഫങ്ഷൻസ്, കാർബോഹൈഡ്രേറ്റ്സിൻ്റെ ഡയറ്ററി സോഴ്സസ്, അതുപോലെ കാർബോഹൈഡ്രേറ്റ്സിൻ്റെ ടൈപ്സ്, ക്ലാസിഫിക്കേഷൻ, ഇതെല്ലാം 5 മാർക്കിനും 10 മാർക്കിനുള്ള എക്സൈക്ക് ചോദിച്ചിട്ടുള്ളതാണ്. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നമ്മളിത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പോൾ ഈ ഇത്രയും ടോപ്പിക്സ് അല്ല നമ്മൾ ഈ ന്യൂട്രീഷനിൽ പഠിക്കുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് അതിൻ്റെ ഡൈജഷനും അബ്സോർഷനും മെറ്റബോളിസത്തിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനും ഒക്കെ നമ്മളിവിടെ പഠിക്കും. അതിനുശേഷം മെറ്റബോളിസത്തിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം നമ്മൾ ബയോകെമിസ്ട്രിയിലാണ് എടുത്ത് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ബയോകെമിസ്ട്രി എത്തുമ്പോൾ ഒന്ന് ജസ്റ്റ് ഈസി ആയിരിക്കും പഠിക്കാൻ വേണ്ടി. അപ്പോൾ നമുക്ക് ടെക്സ്റ്റിലോട്ട് പോകാം. ഇതാണ് കാർബോഹൈഡ്രേറ്റ്സ് രണ്ടാമത്തെ ചാപ്റ്റർ നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ച് കേട്ടിരിക്കുക. ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ബി യൂസ്ഫുൾ. ഈച്ച് ആൻഡ് എവറി പോയിന്റ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ദേ മേ ആസ്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് 1 വേർഡ് ക്വസ്റ്റ്യൻസ്.
ഓക്കെ, ആ 1 വേർഡ് ക്വസ്റ്റ്യൻസ് 2 മാർക്ക് ക്വസ്റ്റ്യൻസ് എല്ലാം നന്നായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നത് വളരെ നല്ലതാണ് നിങ്ങൾക്ക് മാർക്ക് കൂടുതൽ നേടാൻ വേണ്ടിയിട്ട്. കാർബോഹൈഡ്രേറ്റ്സ് ആർ one of the main dietary components. This category of foods include sugars, starch and fibers. കാർബോഹൈഡ്രേറ്റ്സ് എന്ന് നമ്മൾ കഴിക്കുന്ന അരി, ഗോതമ്പ് ഇതുപോലെയുള്ള ധാന്യങ്ങളിലെല്ലാം എന്തുണ്ട്? കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട്. പ്രധാനമായിട്ട് പറഞ്ഞാൽ ഷുഗർ അടങ്ങിയ പദാർത്ഥങ്ങൾ, സ്റ്റാർച്ച് അടങ്ങിയ പദാർത്ഥങ്ങൾ, ഫൈബർ അടങ്ങിയ പദാർത്ഥങ്ങൾ, ഫുഡുകൾ, ഇതിലെല്ലാം കാർബോഹൈഡ്രേറ്റ് കൂടുതലായി കാണപ്പെടുന്നു. Energy that is needed to move, perform work and live is chiefly consumed in the form of carbohydrates. നമുക്ക് ശരീരത്തിന് ചലിക്കാനും വർക്കുകൾ ചെയ്യാനും ജീവിക്കാനും ഒക്കെ വേണ്ട എല്ലാ എനർജിയും അതിൻ്റെ മോസ്റ്റ് പോർഷൻ, അതായത് ചീഫ് സോഴ്സ് മതി 15, 20, 26 അവരുടെ ഏജ് അനുസരിച്ചിട്ടാണ്. 1 to 3 years ആകുമ്പോൾ 15 ഗ്രാം ഡയറ്ററി ഫൈബറും, 4 മുതൽ 6 ആകുമ്പോൾ 20, 7 മുതൽ 9 ആകുമ്പോൾ 20. അത് കഴിഞ്ഞിട്ട് കൂടി വരുമ്പോൾ ഏകദേശം നിങ്ങൾ ഓർക്കേണ്ടത് ഒരു 20, 30, 40 ആ ഒരു റേഞ്ചാണ് ആ ഡയറ്ററി ഫൈബർ നമ്മുടെ അളവ്, നമ്മുടെ ശരീരത്തിൽ നമുക്ക് ഡയറ്ററി ഫൈബർ വേണ്ടത്. അത്രയുമെങ്കിലും നിങ്ങൾ ഓർത്തിരിക്കുക. ഈ ഓരോ ഏജും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന കാര്യമല്ല, എനിക്കറിയാം. ഓക്കെ, അത്രയുമെങ്കിലും ഈ ഒരു ഏകദേശം ഒരു 20 മുതൽ 50, കുട്ടികൾ വരുമ്പോൾ 20, അല്ലെങ്കിൽ അഡൾട്ട് വരുമ്പോൾ 30, 40, ഒരു 50 എന്നുള്ള ആ ഒരു ലെവലാണ് ഡയറ്ററി ഫൈബർ. നമുക്ക് ഗ്രാം ഡയറ്ററി ഫൈബറാണ് ഓരോ ദിവസവും നമുക്ക് വേണ്ടത്. ഇനി ഫിസിയോളജിക്കൽ എഫക്ട്സ് ഓഫ് ഡയറ്ററി ഫൈബേഴ്സ്. ഡയറ്ററി ഫൈബേഴ്സിന് ഇനിയും ഒരുപാട് അതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിക്കണം. അപ്പം ഞാനത് അടുത്ത ക്ലാസ്സിൽ പഠിപ്പിക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതുവരെയുള്ള കാര്യങ്ങൾ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? കാർബോഹൈഡ്രേറ്റ്സിൻ്റെ ക്ലാസിഫിക്കേഷനാണ് ഇന്ന് പഠിച്ചത്. അതിൽ ലാസ്റ്റ് പോളിസാക്രൈഡ്സിൻ്റെ ഹോമോ പോളിസാക്രൈഡ്സിലാണ് നിൽക്കുന്നത്. അതിൽ നമ്മൾ സ്റ്റാർച്ച് പഠിച്ചു, ഡെക്സ്ട്രിൻ പഠിച്ചു, ഗ്ലൈക്കോജൻ പഠിച്ചു, ഡയറ്ററി ഫൈബർ പഠിച്ചു. ഡയറ്ററി ഫൈബർ നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. അടുത്ത ഡയറ്ററി ഫൈബർ കംപ്ലീറ്റ് ചെയ്താലേ നമുക്ക് അടുത്ത ഹെട്രോ പോളിസാക്രൈഡ്സിലോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അതുകൂടെ ആയാലേ ക്ലാസിഫിക്കേഷൻ കംപ്ലീറ്റ് ആകത്തുള്ളൂ. സോ ഇതിൻ്റെ കണ്ടിന്യൂഷൻ ക്ലാസ് അടുത്തുണ്ടാകും. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ക്ലാസ്സുകൾ കാണുമ്പോൾ ലെക്ചർ നോട്ട് എഴുതിയെടുക്കുക. അതിനുശേഷം തരുന്ന നോട്ട്സുകളൂടെ ഒന്ന് വായിച്ചു നോക്കുക. ഓക്കെ.